माधव मधुसूदना मुरलीधर मोगना माधव मधुसूदना मुरलीधर मोगना माधव मधुसूदना मुरलीधर मोगना माधव मधुसूदना मुरलीधर मोगना जय जय यदुनंदना जय देवकी नंदना जय जय यदुनंदना जय देवकी माधव मधुसूदना मुरलीधर मोगना माधव मधुसूदन मुरलीधर मोगना वृंदावन चंदना गोपिका मन मोगना वृंदावन चंदना गोपिका मन मोगन वृंदावन चंदना गोपिका मन मोगना वृंदावन गोपिका मन मोगना जय राधा जीवना राजीवदललोचना जय राधा जीवना राजीवदललोचना जय राधा जीवना राजीवदललोचना जय राधा जीवना राजीवदललोचना माधव मधुसूदना मुरलीधर मोगना माधव मधुसूदन मुरलीधर मोगना मुरलीधर मोगना मुरलीधर मोगना सर्वत्र गोविंदनाम संकीर्तनं गोविंद गोविंद ശുകാചാര്യൻ കിളി പോലെ സഞ്ചരിക്കുന്ന മഹാത്മാവാണ്. ശുകൻ പറഞ്ഞാൽ തന്നെ കിളി എന്നാണ് അർത്ഥം. കിളി എങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെയാണ് അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാവാണ്. പക്ഷേ ഓരോ വീട്ടിലും കുറച്ച് നേരം നിൽക്കും. ഞാൻ ഭാഗവതം പറയാൻ വന്നിരിക്കുന്നു, കേൾക്കാൻ തയ്യാറാണോ? അപ്പോൾ അവൾ പറയും, ഇപ്പോൾ രാവിലെ വന്നാൽ എങ്ങനെ കേൾക്കാൻ പറ്റും? രാവിലെ ഭയങ്കര തിരക്കുള്ള സമയമല്ലേ. എന്താ കാരണം? കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയം, ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയം, അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടേ? ഉച്ചയ്ക്ക് വന്നാൽ മതി. ശരി പറയും. ഉച്ചയ്ക്ക് വന്നുമ്പോൾ അവർ പറഞ്ഞു, ഇപ്പോഴെല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്, വൈകുന്നേരം വന്നോളൂ പറയും. വൈകുന്നേരം ശുകാചാര്യൻ വന്നാൽ അവർ പറയും, വൈകുന്നേരം എല്ലാം മടങ്ങി വരുന്ന സമയമാണ്, രാത്രി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ, കുറച്ച് രാത്രി വന്നാൽ മതി. രാത്രി വന്നാൽ ഇപ്പോൾ സീരിയൽ കാണേണ്ട സമയമാണ്, ഇപ്പോൾ പറ്റില്ലേ. ഇങ്ങനെ ശുകാചാര്യൻ നേരിട്ട് കഥ പറയാൻ വന്നിട്ടും അവിടെ ഭാഗവതം കേൾക്കാൻ ഒരാളും തയ്യാറായിട്ടില്ല. ഇവിടെ പറയുന്നു, തീർത്ഥി കുറുവണ് തദാശ്രമം സ ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അപേക്ഷത്തെ മഹാഭാഗ. ഒരു പശുമാനിൻ്റെ പാല് കറക്കേണ്ട സമയം അദ്ദേഹം കാത്തിരിക്കാറുണ്ട്. ഞാൻ പറയുന്നു, ശുകാചാര്യൻ നേരിട്ട് വന്നിട്ടും അവർ ഭാഗവതം കേൾക്കാൻ വന്നില്ല പറഞ്ഞാൽ എത്ര ദുർഭാഗ്യമാണ്. ഞാൻ ദുർഭാഗ്യം പറയുന്നു, പക്ഷേ ഇവിടെ സൂതപൗരാണികൻ പറയുന്നു അത് ഭാഗ്യം എന്നാണ് പറയുന്നത്. എന്താ കാരണം? ശുകാചാര്യൻ വീടിൻ്റെ വാതിൽ വന്ന് നിന്നില്ലേ, അത് മതി. ശുകാചാര്യൻ്റെ ശരീരത്തിൽപ്പെട്ട കാറ്റ് തട്ടിയാൽ മതി, അവർക്ക് പോലും ഭാഗവതം കേൾക്കാനുള്ള ഗുണം ഉണ്ടാവും. അങ്ങനെ ഓരോരോ ആശ്രമവും ശുദ്ധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന വണീയസഹ പറഞ്ഞാൽ കാട്ടിൽ സഞ്ചരിക്കുന്ന മഹാത്മാവാണ്. അങ്ങനെ ഉള്ള ഒരു മഹാത്മാവ് ഇവിടെ പരീക്ഷത്തിൻ്റെ മുമ്പിൽ 7 ദിവസം ഇരുന്നു പറഞ്ഞാൽ ആ പരീക്ഷത്തിൻ്റെ പെരുമ എന്താണ്? ആ പരീക്ഷത്തിൻ്റെ കഥ കൊണ്ട് പറയുന്നു പറഞ്ഞപ്പോഴാണ് പരീക്ഷത്തിൻ്റെ കഥ ഇവിടെ ആരംഭിക്കുന്നു. പരീക്ഷത്തിൻ്റെ മുത്തശ്ശന്മാരാണ് പാണ്ഡവന്മാർ. അവർക്ക് വേണ്ടി ഭഗവാൻ എല്ലാം ചെയ്തു. അങ്ങനെ പാണ്ഡവന്മാർ 18ാമത്തെ ദിവസം യുദ്ധവും കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ദുര്യോധനൻ്റെ അടുത്ത് അശ്വത്ഥാമാവ് വന്നു പറഞ്ഞു, ഞാൻ പാണ്ഡവന്മാരെ വധിക്കാൻ തയ്യാറാണ്, എനിക്ക് അതിൻ്റെ പട്ടാഭിഷേകം നടത്തൂ, സേനാധിപത്യം തരണം എന്ന് പ്രാർത്ഥിച്ചു. ശരി പറഞ്ഞ് ദുര്യോധനൻ പറഞ്ഞപ്പോൾ അശ്വത്ഥാമാവ് വന്നു. രാത്രി സമയത്ത് പാണ്ഡവന്മാർ ഉറങ്ങിക്കിടക്കുന്ന കിടക്കയിൽ അവരുടെ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്നു.
കാരണം പാണ്ഡവന്മാരെ ഭഗവാൻ രക്ഷപ്പെടുത്തി. കാരണം കുന്തി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചു? ഭഗവാനെ എൻ്റെ 5 കുട്ടികളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ആ 5 കുട്ടികളെ മാത്രം ഭഗവാൻ ഗംഗാതീരത്തിലേക്ക് കൊണ്ടുപോയി. ഈ കുന്തിയുടെ പ്രാർത്ഥനയാണ് സങ്കടമായി. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എല്ലാവരെയും രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. എൻ്റെ 5 കുട്ടികളെ മാത്രം രക്ഷിച്ചാൽ മതി പറഞ്ഞതുകൊണ്ട് എന്തായി? 5 കുട്ടികളെ മാത്രം രക്ഷിച്ചു, ബാക്കി വേറെ കുട്ടികൾ മുഴുവനും പോയി. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയാണ് ചിലപ്പോൾ നമുക്ക് ദോഷമുണ്ടാക്കുന്നു. ചില ആളുകൾ പ്രാർത്ഥിക്കും, കല്യാണത്തിൽ താളി കെട്ടുന്നത് വരെ ശണ്ട വരാൻ പാടില്ല എന്ന് പ്രാർത്ഥിക്കും. എന്താ അർത്ഥം? താളി കെട്ടിയ ശേഷം പിന്നെ തുടങ്ങിക്കോട്ടെ മഹാഭാരതം. അങ്ങനെ അർത്ഥമായി പോവും. ചിലപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നാലാണ് നമുക്ക് കൂടുതൽ ഗുണം. പ്രാർത്ഥിച്ചാൽ അതുമാത്രമേ കിട്ടുള്ളൂ. പ്രാർത്ഥന ചെയ്യാതിരുന്നാൽ കൂടുതൽ നമുക്ക് ചിലപ്പോൾ കിട്ടും. പക്ഷേ നമുക്ക് പ്രാർത്ഥിച്ച് ഇങ്ങനെ അഭ്യാസമായി പോയി, അതുകൊണ്ട് അത് നിർത്താനും വയ്യ. ഇവിടെ 5 പേരെ രക്ഷിക്കണം പറഞ്ഞത് കൊണ്ട് ഭഗവാൻ പാണ്ഡവന്മാരെ കൊണ്ടുപോയി. അത് ഭഗവാനൊക്കെ അറിയാം ഇങ്ങനെ അശ്വത്ഥാമാവ് വരും. അതിനുവേണ്ടി അവിടെ മഹാദേവനെ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് പോയി. അപ്പോൾ മഹാദേവൻ ഒരു ഭൂതഗണത്തിനെ അവിടെ രക്ഷയ്ക്കായി വച്ചു. അശ്വത്ഥാമ പറയുന്നത് എന്താർത്ഥം? അശ്വത്ഥാമ ചിരഞ്ജീവി പറയാറുണ്ടല്ലോ. അശ്വത്ഥാമ പറഞ്ഞാൽ എന്താർത്ഥം? പ്രതീകാരം. ഓരോരോ ആളെയും ഇങ്ങനെ പകരം വിടണമെന്ന ഒരു ഗർവം ഉണ്ടല്ലോ, ഒരു ശത്രുത്വം. അതിൻ്റെ ഗുണമാണ്, അതിൻ്റെ ഒരു രൂപമാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് ചിരഞ്ജീവി. ഹനുമാൻ ചിരഞ്ജീവി പറഞ്ഞാർത്ഥം ഭക്തിയാണ്. ഭക്തിയുടെ ഒരു പ്രതീകമാണ് ഹനുമാൻ. ഹനുമാൻ എപ്പോഴും ഭക്തി എപ്പോഴും ചിരഞ്ജീവിയായിരിക്കുന്ന ആളാണ്. അശ്വത്ഥാമ ബലിചക്രവർത്തി ചിരഞ്ജീവി പറയും. എന്താ? ദാനം കൊടുക്കേണ്ട സ്വഭാവം അത് കുറേ കാലം എല്ലാവർക്കും, ഒരാൾക്കില്ലെങ്കിൽ ഒരാൾക്കുണ്ടാവും. അത് എപ്പോഴും ഇരിക്കുന്നതാണ്. വ്യാസൻ ചിരഞ്ജീവി. എന്താ പറയുക? വ്യാസൻ പറഞ്ഞാൽ ജ്ഞാനം ഒരുപോലും നശിക്കില്ലേ. ഇങ്ങനെയാണ് ഈ 7 പേര് ചിരഞ്ജീവി പറയാൻ കാരണം അവരുടെ ആ ഗുണമാണ്. ഈ അശ്വത്ഥാമ പാണ്ഡവന്മാരെ വധിക്കണം വിചാരിച്ചിട്ട് അവിടെ വന്നപ്പോൾ അവിടെ മഹാദേവൻ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ അശ്വത്ഥാമ ഒരു സൂത്രം ചെയ്തു. രുദ്രജപം നടത്തി. നമോ ഭഗവതേ രുദ്രായ. രുദ്രൻ ജപിച്ചാൽ മതി, ഉടനെ മഹാദേവൻ സന്തോഷിക്കും, എന്ത് ചോദിച്ചാലും കൊടുക്കും. അപ്പോൾ അശ്വത്ഥാമാവോട് എന്ത് വേണം ചോദിച്ചപ്പോൾ, ഒന്നും ഞാൻ ഉള്ളിൽ ചെന്നിട്ട് വരട്ടെ. ശരി പറഞ്ഞ് മഹാദേവൻ മാറി നിന്നപ്പോൾ ഉള്ളിൽ ചെന്നു പാണ്ഡവന്മാരുടെ കുട്ടികളെ വധിച്ചു. ഇത് കണ്ടപ്പോൾ ദ്രൗപദി വിളിച്ചു, കൃഷ്ണ വിളിച്ചപ്പോൾ കൃഷ്ണനും അർജുനനും അവിടെ വന്നു. നിൻ്റെ കുട്ടികളെ വധിച്ച ആളുടെ തല കൊണ്ടുവരാൻ പറഞ്ഞ് പുറപ്പെട്ടു ചെന്നു. കൃഷ്ണനും അർജുനനും വരുന്നത് കണ്ടപ്പോൾ അശ്വത്ഥാമ പേടിച്ച് ബ്രഹ്മാസ്ത്ര പ്രയോഗം ചെയ്തു. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ അത് ലോകത്തെ നശിപ്പിക്കുന്ന വലിയ ബാമ്പ് പോലെയാണ്. അത് കണ്ടപ്പോൾ പേടിച്ചു അർജുനൻ. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണം? വീണ്ടും നീ ഒരു ബ്രഹ്മാസ്ത്രം അയച്ചോളൂ. ഈ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം പ്രയോഗം ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, അത് നിർത്താൻ പറ്റുന്നില്ല. ഇവിടെ ദ്രോണൻ്റെ ഒരു പെരുമ നമ്മൾ മനസ്സിലാക്കണം. എന്താ പെരുമ? യോഗ്യത ഉള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാവൂ. അശ്വത്ഥാമാവക്ക് ബ്രഹ്മാസ്ത്രം മേടിക്കാനുള്ള യോഗ്യതയില്ല. നിർബന്ധിച്ചത് കൊണ്ട് പ്രയോഗം മാത്രം ചൊല്ലിക്കൊടുത്തു, നിർത്താൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിന് മുഴുവനും യോഗ്യത ഉള്ളത് കൊണ്ടാണ് അർജുനനുക്ക് ബ്രഹ്മാസ്ത്ര പ്രയോഗവും അത് നിർത്താനും പറഞ്ഞു കൊടുത്തു. രണ്ടും പഠിക്കണ്ടേ? പ്രയോഗം മാത്രം പഠിച്ചിട്ട് അറിയാം. കാറ് വേഗമായിട്ട് ഓടിക്കാൻ അറിയാം, പക്ഷേ ബ്രേക്ക് ചവിട്ടാൻ അറിയത്തില്ല പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണോ അതുപോലെയാണ് പ്രയോഗം മാത്രം അറിയാം, നിർത്താൻ അറിയത്തില്ല പറയുന്നതാണ്. അപ്പോൾ ഭഗവാൻ നീ രണ്ടും കൂടി നിർത്തിക്കൊള്ളു പറഞ്ഞപ്പോൾ ആ പ്രയോഗം ചെയ്യുന്ന മന്ത്രം ഒന്ന് മാറ്റി പറഞ്ഞാൽ അതാണ് നിർത്തുന്ന വിധം. അങ്ങനെ മന്ത്രം റിവേഴ്സ് എടുക്കുന്നത് പോലെയാണ്. അങ്ങനെ മന്ത്രം കൊണ്ട് 2 ബ്രഹ്മാസ്ത്രം അവിടെ ശമിച്ചു. അതിൻ്റെ പ്രധാന കാരണം ഭഗവാനും വ്യാസനുമാണ്. 2 ബ്രഹ്മാസ്ത്രത്തെയും അത് നിർത്തി. പിന്നെ അശ്വത്ഥാമാവ് പിടിച്ചു. അശ്വത്ഥാമാവ് പിടിച്ചപ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞു, ഈ മഹാദ്രോഹിയായ അശ്വത്ഥാമാവിനെ ഇപ്പോൾ തന്നെ വധിച്ചോളൂ പറഞ്ഞപ്പോൾ, ഇവിടെ വധിച്ചോളൂ പറയാൻ എന്താ കാരണം? അശ്വത്ഥാമ ചെയ്ത കുറ്റങ്ങളോട് എടുത്തു പറയുന്നു. മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം
പ്രപന്നം വിരഥം ഭീതം നരിപും ഹന്തി ധർമ്മവിത്ത്. നമ്മുടെ ശത്രുവായാലും മത്തനായിരിക്കുമ്പോൾ വധിക്കാൻ പാടില്ല. ഉന്മത്തം, അവൻ ഭ്രാന്തനായി കഴിഞ്ഞാൽ പിന്നെ അയാളെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സുപ്തം, ശത്രു ഉറങ്ങുന്ന സമയത്ത് വധിക്കാൻ പാടില്ല. ശത്രുക്കളെ കുട്ടികളെ വധിക്കാൻ പാടില്ല. ശത്രുക്കളുടെ സ്ത്രീകളെ വധിക്കാൻ പാടില്ല. സുപ്തം ബാളം സ്ഥിരം ജഡം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ യുദ്ധം വിധി മുഴുവനും മാറ്റിയിട്ടാണ് ഇവിടെ അശ്വത്ഥാമാവ് കുട്ടികളെ വധിച്ചു. ഇപ്പോൾ തന്നെ വധിച്ചോളൂ പറഞ്ഞപ്പോൾ അർജുനൻ എൻ്റെ ഏട്ടനോട് പറയാം, ഏട്ടൻ എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്തേക്കാം പറഞ്ഞ് ഏട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി ധർമ്മപുത്രൻ്റെ സദസ്സിൽ. അവിടെ അശ്വത്ഥാമാവിനെ കണ്ടപ്പോൾ ദ്രൗപദി വീണു നമസ്കരിച്ചു. മുച്യതാം മുച്യതാമേഷ ബ്രാഹ്മണോണിതരാം ഗുരുഹു. ഗുരുനാഥൻ്റെ പുത്രനെ ഗുരുനാഥനായിട്ട് തന്നെ കണക്കാക്കണം, അഴിച്ചു വിട്ടോളൂ പറഞ്ഞു. അപ്പോഴാണ് ഭീമൻ പറയുന്നു, തെറ്റ് ചെയ്ത ആളുകളെ ഇങ്ങനെ വെറുതെ അഴിച്ചു വിടാൻ പാടില്ല, അവർക്ക് കടുത്ത ശിക്ഷ വേണം. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുത്താലേ നാട് നന്നാവുള്ളൂ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ എന്താവും? പിന്നെ എല്ലാത്തിലും ബാമ്പ് പൊട്ടിക്കുന്ന ഭീകരന്മാരൊക്കെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല, അവർക്ക് കടുത്ത ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഗൾഫ് കൺട്രിയിലൊക്കെ ഒരു തെറ്റും ചെയ്യാറില്ല. എന്താ കാരണം? അവിടെ കടുത്ത കൈ കൊണ്ട് തെറ്റ് ചെയ്താൽ കൈ മുറിക്കും, കാലുകൊണ്ട് കാല് മുറിക്കും. അതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ ഇവിടെ വന്ന് ചെല്ലുന്നു. ഇവിടെ ഭാരതത്തിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല, വിട്ടോളൂ പറയും. അപ്പോൾ തെറ്റ് ചെയ്ത ആളുകളെ അങ്ങനെ വിട്ടാൽ അത് ഗുണമാണ്. കുഴപ്പമില്ല, പോയിക്കോട്ടേന്ന്. തെറ്റിദ്ധായാലെ ശിക്ഷിക്കുന്നതാണ് ന്യായം. അപ്പോൾ ഭീമൻ പറഞ്ഞു, ഈ തെറ്റ് ചെയ്ത ആളെ കടുത്ത ശിക്ഷ കൊടുക്കണം, ഈ അശ്വത്ഥാമാവിനെ വധിക്കണം പറയുന്നു ഭീമൻ. വധം ചെയ്യേണ്ടാൻ പറയുന്നു ധർമ്മപുത്രൻ. രണ്ട് ജ്യേഷ്ഠന്മാർ മാറി മാറി പറയുമ്പോൾ അർജുനനുക്ക് ഒന്നും പിടി കിട്ടുന്നില്ല. എന്താ ചെയ്യണം? ഭഗവാനോട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മബന്ധുർണ ഹന്തവ്യ ആതതാജീവധാർഹണ. നിനക്ക് എങ്ങനെ തോന്നുന്നുവോ അതുപോലെ ചെയ്തു. ഈ അശ്വത്ഥാമാവിനെ ബ്രാഹ്മണന് തോന്നിയാൽ വധിക്കേണ്ട, ശത്രു തോന്നിയാൽ വധിച്ചോളൂ. ഇത് രണ്ടും പറഞ്ഞപ്പോഴാണ് മനസ്സിലായി അർജുനനുക്ക് ഭഗവാന്റെ ഹൃദയം. അശ്വത്ഥാമാവിനെ വധിക്കാൻ താത്പര്യമില്ല ഭഗവാനക്ക്. അതുകൊണ്ട് ചെയ്തു, തലയിലിരിക്കുന്ന കേശം മാത്രം മുറിച്ചെടുത്തു, മുട്ട അടിച്ചു. എന്താ കാരണം? മുടി എടുത്താൽ തന്നെ വധിച്ചതിൻ്റെ തുല്യമാണ്, തലയെടുത്തതിൻ്റെ തുല്യമാണ്. അതുകൊണ്ടാണ് പഴനി, തിരുപ്പതി മുതലായ ക്ഷേത്രങ്ങളിൽ പോയാൽ മുടി കാണിക്കാൻ നമ്മൾ സമർപ്പിക്കാറുണ്ട്. എന്താ കാരണം? നമ്മുടെ തല തന്നെ സമർപ്പിക്കുന്നതായി സങ്കല്പമാണ്. അങ്ങനെയൊക്കെ തമിഴ്നാട്ടിൽ കുട്ടികൾ ജനിച്ചാൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ സ്വന്തം കുലദേവത ക്ഷേത്രത്തിൽ പോയി മുടി കാണിക്കാൻ സമർപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ തിരുപ്പതി. ഇത് നമുക്ക് ആരോഗ്യപരമായ ഒരു ശാസ്ത്രീയ വശവും കൂടി ഇവിടെ ഉണ്ട്. എന്താ കാരണം? ഗർഭത്തിൽ ഈ അഴുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഒരു കൊല്ലം ഇരുന്ന കുട്ടിയുടെ ശിരസിൽ രോഗപരമാണുക്കളൊക്കെ ഉണ്ടാവും. അത് മുട്ട അടിക്കുമ്പോൾ രോഗപരമാണുക്കളെ പോകും. പിന്നെ ഒരു പ്രാവശ്യം ചെയ്യാറ് രണ്ട് തവണ മിനിമം 2 തവണ 3 തവണ മുട്ട അടിക്കാറുണ്ട്. എന്താ കാരണം? രണ്ടാമത്തെ കൊള്ളവും മുട്ട അടിച്ചാലും ചില 1-2 പരമാണുക്കൾ ഒട്ടിയിരിക്കും, വീണ്ടും രോഗം ബാധിച്ചാലോ ഒരു രണ്ടാമത്തെ കൂടി ഒരു മുട്ട അടിച്ചേ അത് കുട്ടികൾക്ക് ആരോഗ്യവും ഉണ്ടാവും. പിന്നെ ഭഗവാനുക്ക് മുടി സമർപ്പണം നമ്മുടെ കുട്ടിയെ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പം. അതുകൊണ്ടാണ് ഇവിടെ അശ്വത്ഥാമാവിൻ്റെ കൊടുമ കേശം എടുത്തു. ആ കേശത്തിൻ്റെ ഒപ്പം ഒരു മണിയും കൂടി ഉണ്ടായിരുന്നു, ആ മണിയും കൂടി പറിച്ചെടുത്തു. എടുത്തപ്പോൾ അശ്വത്ഥാമിന് ദേഷ്യമുണ്ടായി. പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ വേണ്ടി, അവർക്ക് വംശമില്ലാതിരിക്കാൻ വേണ്ടി വീണ്ടും ഒരു ബ്രഹ്മാസ്ത്ര പ്രയോഗം നടത്തി. പാണ്ഡവന്മാരുടെ വംശത്തിൽ ഒരു കുട്ടി മാത്രം ഗർഭപാത്രത്തിൽ കിടക്കുന്നു. ഉത്തരാദേവി ഗർഭപാത്രത്തിൽ വീര അഭിമന്യുരുടെ പുത്രനായ പരീക്ഷിത്ത്. ആ ഉത്തരാദേവി ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ കൊല്ലാൻ വേണ്ടി ആ ബ്രഹ്മാസ്ത്രം എത്തിയപ്പോൾ ആ ഉത്തരാദേവി വേഗം വാതിലിൽ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. സാധാരണ സ്ത്രീകൾ പുറത്തു വരാറില്ലേ, രാജസ്ത്രീകളൊക്കെ, പിന്നെ ഗർഭവതിയായ സ്ത്രീ, പിന്നെ ബാല്യവിധവ, ഇങ്ങനെയുള്ള സ്ത്രീകൾ പുറത്ത് വരാറില്ലേ. ഇപ്പോൾ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പുറത്തു വന്നു. അപ്പോഴാണ് ഭഗവാൻ ദ്വാരകയ്ക്ക് ചെല്ലുന്ന സമയമായിരുന്നു. ഭഗവാന്റെ കാൽക്കലിൽ വീണ് നമസ്കരിച്ചു. പാഹി പാഹി മഹായോഗിൻ
ദേവദേവ ജഗത്പതേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യുഃ പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഭഗവാനെ, എൻ്റെ ഉണ്ണിയെ രക്ഷിക്കണേ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ലേ. ഇതാണ് അമ്മമാരുടെ പ്രാർത്ഥന. എന്താ? ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, കുട്ടികൾ എണ്ണാവണം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കുട്ടിയെയും രക്ഷിച്ചു, അമ്മയെയും രക്ഷിച്ചു. അതേസമയത്ത് പാണ്ഡവന്മാർക്ക് 5 ബ്രഹ്മാസ്ത്രം പ്രയോഗം ചെയ്തു ഈ അശ്വത്ഥാമാവ്. അപ്പോൾ ഭഗവാൻ സുദർശനം കൊണ്ട് പാണ്ഡവന്മാരെ രക്ഷിച്ചു. സുദർശനേന സ്വാസ്ത്രേന സ്വാണാം രക്ഷാം വേദാദ്വിഭു. ഇങ്ങനെ ഭഗവാന്റെ അദ്ഭുതമായ ഈ കാര്യങ്ങൾ കണ്ടപ്പോൾ കുന്തിദേവി ഭഗവാന് വീണ് നമസ്കരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എളുപ്പമായ ശ്ലോകം, കുന്തിദേവി പറഞ്ഞ ശ്ലോകം. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘയേ. ഭക്തിയെക്കുറിച്ച് പല മഹാത്മാക്കൾ പലതരത്തിൽ പറയുന്നു. കഥാദിഷ്മനുരാഗേതി ഗർഗ. കഥ കേൾക്കുന്നത് തന്നെ ഭക്തി. പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഭക്തി. ഇങ്ങനെ ഒരു മഹാത്മാവ് പറയുന്നു. പിന്നെ ഓരോരോ മഹാത്മാക്കൾ ഓരോരോ തരം ഭക്തിയെ ഉപദേശിക്കുന്നു. പക്ഷേ ബ്രഹ്മാവ് പറയുമ്പോൾ എന്താണ് ഭക്തി പറയുന്നു? തത്തേ അണുകമ്പാം സുസമീക്ഷമാണ. ഭഗവാന്റെ കാരുണ്യത്തെ ഓർത്ത് കണ്ണുനീർ ഒഴിക്കുന്നതാണ് ഭക്തി. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എത്ര സമയത്തിൽ ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. കാരണം ഓരോ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്ത് വിടണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ വിടുള്ളൂ. പുറത്ത് പോയ ശ്വാസം തിരിച്ച് വന്നില്ലെങ്കിലോ അപ്പോൾ ബുദ്ധിമുട്ട്. ഉള്ളിൽ പോയ ശ്വാസം പുറത്ത് പോയില്ലെങ്കിലും അപ്പോൾ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം ഉള്ളിലേക്ക് ചെല്ലാതിരുന്നാൽ ബുദ്ധിമുട്ടാണ്. ഉള്ളിൽ ചെന്ന ഭക്ഷണം പിന്നെ പുറത്ത് പോയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓരോരോ കാര്യവും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇവിടെ നടക്കുന്നു. ഇവിടെ കുന്തിദേവി അതാണ് പറയുന്നു. ഓരോരോ ആപത്തിൽ നിന്നും ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചില്ലേ എന്ന് പറയുന്നു. വിഷാത് മഹാഗ്നേഹേ പുരുഷാദർശനാത് അസത്സഭായ വനവാസകൃച്ഛ്രതഃ മൃധേ മൃധേ അനേകമഹാരഥസ്ത്രതഃ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിതാഃ. ഭീമനുക്ക് കുഴക്കട്ടയിൽ വിഷം വച്ച് കൊടുക്കുമ്പോൾ ഭഗവാൻ രക്ഷിച്ചു. വിഷാത്ത്. അതേപോലെ അറക്കില്ലത്തിൽ വധിക്കാൻ പുറപ്പെട്ടപ്പോൾ അപ്പോഴും ഭഗവാൻ വിതുരൻ്റെ രൂപത്തിൽ രക്ഷിച്ചു. മഹാഗ്നേഹേ. പിന്നെ ഹിഡിംബൻ മുതലായ കിരിമീരൻ മുതലായ രാക്ഷസന്മാർ വരുമ്പോൾ പുരുഷാദ ദർശനാത്. പിന്നെ അസത്സഭായാഹ. ദ്രൗപദിക്ക് മാനഭംഗം വരേണ്ട സമയത്ത് ഭഗവാൻ രക്ഷിച്ചു. വസ്ത്രരൂപത്തിൽ അവതാരം ചെയ്തു എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. അസത്സഭായാഹ. പിന്നെ വനവാസകൃച്ഛ്രതഃ. കാട്ടിലിരിക്കുമ്പോൾ എത്ര ആപത്തുകളാണ്. ജരാസന്ധൻ, ജയദ്രഥൻ, ഇങ്ങനെ ഓരോരോ ആളുകളായിട്ട് പാണ്ഡവന്മാരെ ബുദ്ധിമുട്ടിക്കുന്നു. വനവാസകൃച്ഛ്രതഃ. പിന്നെ യുദ്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരാളും ദിവ്യ അസ്ത്രങ്ങളെ പ്രയോഗിക്കുമ്പോൾ ഭഗവാൻ രക്ഷിക്കുന്നു. മൃദേ മൃദേ അനേക മഹാരഥാസ്ത്രതഃ. അവസാനം ദ്രൗണ്യസ്ത്രതശ്ചാസ്മ. ഇപ്പോൾ അശ്വത്ഥാമ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചില്ലേ ഭഗവാനെ. ഇങ്ങനെയൊക്കെ ഭഗവാന്റെ കാരുണ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു കുന്തിദേവി. എനിക്ക് എപ്പോഴും നിൻ്റെ ധ്യാനം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശരി പറഞ്ഞുകൊണ്ട് ചിരിച്ചു ഭഗവാൻ. ഭഗവാനെ ധ്യാനിക്കണമെങ്കിൽ ഭഗവാന്റെ പുൻചിരി ധ്യാനിച്ചാൽ മതി. മന്ദം ജഹാസ വൈകുണ്ഠ. എപ്പോഴും നിൻ്റെ ധ്യാനം ഉണ്ടാവണം പറഞ്ഞപ്പോൾ ഭഗവാൻ പുൻചിരി ചെയ്തു. പിന്നെ കുന്തിദേവി തൻ്റെ കൊട്ടാരത്തിൽ കണ്ണനെ താമസിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ ധർമ്മപുത്രൻ ഭഗവാനെ കാണാൻ വന്നപ്പോൾ ഭഗവാൻ കണ്ണടച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ധ്യാനിക്കുന്നത് കണ്ടപ്പോൾ ധർമ്മപുത്രനക്ക് അത്ഭുതം. എന്താ കാരണം? എല്ലാവരും ധ്യാനിക്കുന്നത് ഭഗവാനല്ലേ. ആലോഡ്യ സർവശാസ്ത്രാണി വിചാര്യ ച പുനഃപുനഃ ഇതമേകം സുനിഷ്പന്നം ധ്യേയോ നാരായണസ്ഥ. എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ധ്യാനിക്കണം എന്ന് വ്യാസൻ പറയുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ കണ്ണടച്ചിരിക്കുന്നുണ്ടല്ലോ, എന്താണ് കാരണം എന്ന് ധർമ്മപുത്രൻ ചോദിച്ചു. നീ ധ്യാനിക്കുന്ന ദേവൻ ആരാണെന്ന്.
അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭക്തന്മാരാണ് എൻ്റെ ദൈവങ്ങൾ. ഓരോ ദിവസം ഞാൻ ഓരോ ഭക്തനെ ധ്യാനിക്കും. പ്രഹ്ലാദൻ, നാരദ, പരാശര, പുണ്ടരീക, വ്യാസ, അംബരീഷ, സുഖ, ശൗനക, ഭീഷ്മ. ഇന്ന് ഭീഷ്മനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ശരതൽപഗതോ ഭീഷ്മ, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മൻ എപ്പോഴും എന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് അദ്ദേഹത്തിനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ഭീഷ്മനെ കാണാൻ പുറപ്പെട്ടു. പാണ്ഡവന്മാരും ഒപ്പം വന്നു. ഭഗവാനെ കണ്ടപ്പോൾ ഭീഷ്മൻ ഒന്ന് നമസ്കരിച്ചു. തദീക്ഷയൈവ ആശുഗത ആയുധവ്യഥ. ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ ഭീഷ്മൻ്റെ ശരീരത്തിൽ കുത്തിയ അമ്പുകളൊക്കെ, ബാണങ്ങളൊക്കെ മാറിപ്പോയി. വീണ്ടും പഴയ ഭീഷ്മനായി അദ്ദേഹം എഴുന്നേറ്റ് ഇരുന്നു. പിന്നെ ഉപദേശം കൊടുക്കണം പറഞ്ഞപ്പോൾ സകല ധർമ്മങ്ങളും ഉപദേശം കൊടുത്തു. ബ്രാഹ്മണധർമ്മം, ക്ഷത്രിയധർമ്മം, വൈശ്യധർമ്മം, ചതുർത്ഥധർമ്മം, ബ്രഹ്മചാരിധർമ്മം, ഗൃഹസ്ഥധർമ്മം, വാനപ്രസ്ഥധർമ്മം, സന്യാസധർമ്മം, സ്ത്രീധർമ്മം, ആപത്ത് ധർമ്മം, ഭഗവത് ധർമ്മം എല്ലാം വിസ്തരിച്ച് വർണ്ണിച്ചു. എല്ലാം വർണ്ണിച്ച ശേഷം ശ്രുത്വാ ധർമാണശേഷേണ പാവനാണി ച സർവസഃ യുധിഷ്ഠിരഃ പുനരേവാഭ്യഭാഷത. ശ്രുത്വാ ധർമാൻ, എല്ലാ ധർമ്മങ്ങളും കേട്ടു. ധർമ്മത്തിൻ്റെ ച്യുതി എന്തെങ്കിലും ഉണ്ടായാൽ അതിനു വേണ്ടിയുള്ള പാവനാണിച്ച്, പാവനം പറഞ്ഞാൽ പ്രായശ്ചിത്ത ധർമ്മം. ഇപ്പോൾ നോ എൻട്രിയിൽ പോകാൻ പാടില്ല. നമ്മൾ അറിയാതെ പോയി, അപ്പോൾ എന്ത് ചെയ്യണം? പോലീസുകാരൻ്റെ കയ്യിൽ 100 രൂപ കൊടുക്കണം. അതുപോലെയാണ് ധർമ്മത്തിൽ എന്തെങ്കിലും പിഴവുണ്ടായാൽ അതിന് ഒരു ധർമ്മം പ്രായശ്ചിത്തം. പാവനാണിച്ച സർവസഹ. വീണ്ടും യുധിഷ്ഠിരൻ ശാന്തനവം ഭീഷ്മനോട് ചോദിക്കുന്നു, കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോമതഃ. ധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠധർമ്മം എന്താണ്? പിന്നെ കിമേകം ദൈവതം ലോകെ. പല ധർമ്മങ്ങളെയും പല ദൈവങ്ങളെയും പറഞ്ഞാൽ എനിക്ക് എല്ലാം ധ്യാനിക്കാനാവണില്ല. ഒരേ ധർമ്മം, ഒരേ ദൈവം, അങ്ങനെ ഒന്ന് പറയാവോ? അപ്പോഴാണ് ഭീഷ്മൻ വിരൽ ചൂണ്ടിക്കാണിച്ച് പറയുന്നു, ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേന. ജഗത് പ്രഭുവായ ഈ ശ്രീകൃഷ്ണ ഭഗവാന് 1000 നാമങ്ങൾ ചൊല്ലി സ്തുതിച്ചോളൂ പറഞ്ഞ് സഹസ്രനാമം ഉപദേശം കൊടുത്തു. അതുകൊണ്ടാണ് സഹസ്രനാമത്തിന് കൂടുതൽ പ്രാധാന്യം. കാരണം ഈ സഹസ്രനാമം വൈകുണ്ഠത്തിൽ ആ വിഷ്ണു ഭക്തന്മാർ പാടുന്ന നാമങ്ങളാണ്. ഭീഷ്മൻ അഷ്ടവസുവായിരിക്കുമ്പോൾ പ്രഹ്ലാദ, നാരദ, വസുപ്രമുഖൈഹി ഭാഗവതോത്തമേഹി, അങ്ങനെ അഷ്ടവസുവായി ഇരിക്കുമ്പോൾ അവിടെ പാലാഴിയിൽ ഭഗവാനെ ഭക്തന്മാർ സ്തുതിക്കുന്നത് കേട്ട് ഇപ്പോൾ ഉപദേശം കൊടുത്തു. ഉപദേശം കൊടുക്കുമ്പോൾ അത് നല്ല ബുദ്ധിശാലിയായ സഹദേവൻ അത് പിടിച്ചു. പിന്നെ സഹദേവനിൽ നിന്നും ബാക്കി എല്ലാവർക്കും കിട്ടി ഈ ഭഗവാന്റെ ആ സഹസ്രനാമം. അപ്പോൾ പാർവതി ദേവിക്ക് സങ്കടമായി. ഈ സഹസ്രനാമം മുഴുവനും എനിക്ക് ചൊല്ലാൻ സമയമില്ല. 2 കുട്ടികളുണ്ടല്ലോ, ഗണേശനും ഈ മുരുകനും. ഈ 2 കുട്ടികളെ കൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സഹസ്രനാമം ചുരുക്കി പറയാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? കേനോപായേന ലഘുണ വിഷ്ണോർ നാമസഹസ്രകം പഠ്യത്തെ പണ്ഡിതർ നിത്യം ശ്രോതിമിച്ഛാമ്യഹം പ്രഭോ. സഹസ്രനാമം ചുരുക്കി പറയാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചപ്പോഴാണ് മഹാദേവൻ ഉപദേശം കൊടുക്കുന്നു. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനണേ. രാമ രാമ രാമാന്ന് 3 പ്രാവശ്യം ജപിച്ചാൽ മതി, സഹസ്രനാമത്തിൻ്റെ തുല്യമാവും. എങ്ങനെ തുല്യമാവും വെച്ചാൽ, റാ പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. യ റാ രണ്ടാമത്തെ എഴുത്തല്ലേ. മ പറഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. പ ഭ ബ ഭ മ അഞ്ചാമത്തെ എഴുത്ത് 5. ഇപ്പോൾ 2 5 എന്തായി? 10 ഇപ്പോൾ 10 × 10 എന്തായി? 100 10 × 100 എന്തായി? 1000 ഇപ്പോൾ രാമ 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 ജപിക്കുമ്പോൾ തന്നെ 1000 നാമത്തിൻ്റെ ഗുണമുണ്ടാവും എന്ന് മഹാദേവൻ ഉപദേശം കൊടുത്തു. അങ്ങനെ സഹസ്രനാമം ഉപദേശം കൊടുത്ത ശേഷം ഭീഷ്മൻ സ്തുതിക്കുന്നു ഭഗവാന്. ഇതിമതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവപ്രവാഹഃ ഇതിമതിരുപകൽപിതാ വിതൃഷ്ണ. ഭീഷ്മൻ്റെ സ്തുതി രാവിലെ എഴുന്നേറ്റ് ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. 5 സ്തോത്രങ്ങൾ, വിഷ്ണു സഹസ്രനാമം, പിന്നെ ഗജേന്ദ്രസ്തുതി,
8ാമത്തെ സ്കന്ധത്തിൽ, പിന്നെ ഭഗവത്ഗീത, പിന്നെ ഭാഗവത്തിലെ രുദ്രഗീതം, ഈ ഭീഷ്മസ്തുതി, ഇത് 5ഉം രാവിലെ ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. 5ഉം ചൊല്ലിയെങ്കിലും ഈ ഭീഷ്മസ്തുതിയാണ് എളുപ്പം. ഇതി മതി, ഇതി എന്നാണ് തുടങ്ങുന്നു. സാധാരണ ഇതി എന്ന് പറയുന്നത് അവസാനത്തിലേ പറയുള്ളൂ. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ഇത്യാർഷയെ ശ്രീമദ് രാമായണേ ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാൺ. ഇതി പറയുന്നത് അവസാനത്തിലാണ് പറയാറുണ്ട്. ഇവിടെ തുടങ്ങുമ്പോഴാണ് ഇതി തുടങ്ങുന്നു. എന്താ കാരണം? ഇതി ഇതുവരെ പറഞ്ഞതൊക്കെ ഇതി ഞാൻ നിർത്തുന്നു, മതി. കാരണം അത്ര ഇത് മഹാഭാരതം നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ശാന്തിപർവ്വ മഹാബലഹ, ശാന്തിപർവ്വങ്ങളിലും ആണുശാസന പർവ്വങ്ങളിലും പല കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് മതി, ഇനി ഭഗവാനെ മാത്രം പറയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നു. ഇതി മതി രൂപകൽപ്പിത, എൻ്റെ മതിയെ, എൻ്റെ ബുദ്ധിയെ ഞാൻ ഭഗവാനക്ക് സമർപ്പിക്കുന്നു പറയേണ്ട ആവശ്യമില്ല. ഭഗവാനെ കണ്ടാൽ മനസ്സ് അങ്ങോട്ട് പോകും. കാരണം സൗന്ദര്യോത്തരത്തോപി സുന്ദരം, സുന്ദരമായ ഒരു വസ്തു കണ്ടാൽ മനസ്സ് അങ്ങോട്ട് ചെല്ലും. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ പ്രഭാഷണം നടത്തുമ്പോൾ മിസ് യൂണിവേഴ്സ് ഇവിടെ വന്നാൽ എന്താവും? ഒരാൾ എന്നെ നോക്കില്ല, അവിടെ നോക്കാൻ പോകും. അപ്പോൾ സുന്ദരമായ ആരെങ്കിലും ഒരാൾ വന്നാൽ നമ്മൾ അങ്ങോട്ട് മനസ്സ് പോകും. അപ്പോൾ ഏറ്റവും സുന്ദരനായ ഭഗവാനെ കണ്ടാൽ പിന്നെ മനസ്സ് അങ്ങോട്ട് പോകും. ത്രിഭുവന കമണം തമാലവർണം രവികര ഗൗരവരാംബരം ദധാനേ. ചില ആൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവും, പക്ഷേ ഒരാൾക്ക് സഹായം ഒന്നും ചെയ്യില്ല. നല്ല സുന്ദരമായിട്ട് വേഷം കെട്ടി AC മൊയിൽ ഇങ്ങനെ വേർക്കാതിരുന്നാൽ അതിൽ ഒരു സൗന്ദര്യം ഇല്ല. അടുത്തവർക്ക് സഹായിച്ച് നമ്മുടെ ശരീരത്തിൽ കുറച്ച് വിയർപ്പ് വന്നാൽ അത് തന്നെയാണ് സൗന്ദര്യം. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി അവിടെ ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോൾ നമുക്ക് വേണ്ടി അവിടെ ഭക്ഷണം ഉണ്ടാക്കി അവർ വിയർത്തിരിക്കുന്നുണ്ടല്ലോ, ആ അടുത്തവരെ സഹായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വിയർപ്പാണ് നമുക്ക് സൗന്ദര്യം. അതാണ് ഇവിടെ കാണിച്ചു തന്നു ഭഗവാൻ. യുധിതുരഗരജോ വിധൂമ്ര വിശ്വക്കചലുളിത ശ്രമവാരി അലങ്കൃതാസ്യേ. ശ്രമവാരി, അർജുനൻ നിഴലിൽ ഇരുത്തി വെയിൽ മുഴുവൻ സ്വന്തം തലയിൽ കൊണ്ട് ഭഗവാൻ തേര് തെളിക്കുന്നു. അപ്പോൾ വിയർപ്പ് കൊണ്ട് ഭഗവാന്റെ ശരീരത്തിൽ വിയർത്ത് വരണുണ്ട്. ആ വിയർക്കുന്നതാണ് ഭഗവാനുക്ക് സൗന്ദര്യം. ശ്രമവാരി അലങ്കൃതാസ്യേ മമ നിശിത ശരീർ വിഭിദ്യമാണത്വചി വിലസത് കവചേസ്തു കൃഷ്ണ ആത്മാ. അപ്പോഴാണ് ഭീഷ്മൻ ഭഗവാന്റെ മാരടുത്ത് ഒരു ബാണം പ്രയോഗം ചെയ്തു. ആ ബാണം കൊണ്ട് ഭഗവാന്റെ ഹൃദയത്തിൽ ഒരു ദ്വാരം ഉണ്ടായി പറയുന്നു. ഇവിടെ ഭീഷ്മൻ പറയുന്നു, അന്ന് നിൻ്റെ മാരടുത്ത് ഒരു ബാണം അയച്ച ഒരു ദ്വാരം ഉണ്ടാക്കിയല്ലേ, അത് എന്തിനാ ചോദിച്ചാൽ എൻ്റെ പ്രാണനെ നിൻ്റെ ഹൃദയത്തിൽ സമർപ്പിക്കാൻ വേണ്ടി പണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഭഗവാൻ തൻ്റെ കൂട്ടുകാരനായ അർജുനനുക്ക് ആരൊക്കെയാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നു അത് കാണിച്ചു കൊടുക്കേണ്ടേ? അതിനുവേണ്ടി യുദ്ധഭൂമിയിൽ രഥം നടുക്ക് നിർത്തി സപതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷ്ണ ഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു നിജപരയോർബലയോ മധ്യേ രഥം നിവേശ്യ. 2 സൈന്യത്തിന് നടുവിൽ ആ രഥം നിർത്തി ആരൊക്കെയാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നു അത് കാണിച്ചു കൊടുക്കണം. പക്ഷേ ഭഗവാനുക്ക് കൈ കൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്താ, ഒരു കയ്യിൽ കുതിരകളുടെ കടിഞ്ഞാളവും മറ്റൊരു അടുത്ത കയ്യിൽ ചമ്മട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കണ്ണുകൊണ്ട് കാണിച്ചു. അക്ഷണാഹൃതവത്. അർജുന ഇത് നോക്കിക്കോളൂ, അതോ അസൗ ഭീഷ്മ, അസൗ ദ്രോണ, അസൗ കർണ, അതോ ഭീഷ്മൻ, ദ്രോണൻ, കർണൻ, ഇങ്ങനെ ഓരോരാളെയും കണ്ണുകൊണ്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എന്ത് ചെയ്തു ഭഗവാൻ? അവരുടെ ആയുഹു അക്ഷണ, അവർ ശത്രു സൈന്യത്തിലിരിക്കുന്ന എല്ലാ വീരന്മാരുടെ ആയസ് ഭഗവാൻ പറിച്ചെടുത്തു എന്നാണ് പറയുന്നു. ഇത് നോക്കുന്ന അർജുനൻ പറയുന്നില്ല, ആ ഭഗവാന്റെ കണ്ണിൻ്റെ നോട്ടം അത് വാങ്ങിയ ഭീഷ്മനാണ് പറയുന്നു, അന്ന് ഒരു നോട്ടം കൊണ്ട് എൻ്റെ ആയസ് എടുത്തില്ലേ. ചില ആൾക്ക് അങ്ങനെ ചില ആളുടെ കണ്ണുക്ക് പവർ കൂടുതലാണ്. അവർ നമ്മുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ ചെടി നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പോയാൽ മതി, അടുത്ത ദിവസം പോവും, ചെടി പോവും. സാധനം നന്നായിട്ടുണ്ടല്ലോ പറഞ്ഞു പോയാൽ മതി, പിന്നെ താഴെ വീഴും, പൊട്ടും. ഇങ്ങനെ ചില ആൾക്ക് ഇങ്ങനെ നോട്ടം. അതുപോലെയാണ് ഭഗവാൻ നോക്കി. നമ്മൾക്കൊക്കെ നോക്കി ആയസ് എടുക്കാൻ പറ്റും, ആയസ് തിരിച്ചു കൊടുക്കാൻ സാധിക്കണ്ടേ? ഭഗവാൻക്ക് രണ്ടും അറിയാം. അവിടെ യമുനാ തീരത്തിൽ കാളിന്തി പുഴയിൽ കുട്ടികൾ വിഷം ഉള്ള വെള്ളം കുടിച്ച് മരിച്ചു വീണപ്പോൾ
ഈക്ഷയ അമൃതവർഷിണ്യ സ്വനാഥാൻ, അവിടെ തൻ്റെ നോട്ടം കൊണ്ട് ജീവിപ്പിച്ചു. ഇവിടെയോ തൻ്റെ നോട്ടം കൊണ്ട് ശത്രുഭയന്യത്തിലിരിക്കുന്ന എല്ലാവരുടെ ആയസം ഭഗവാൻ എടുത്തു. പിന്നെ യുദ്ധം ചെയ്യുന്നില്ലേ പറഞ്ഞു അർജുനൻ. അപ്പോഴാണ് ഭഗവാൻ ഗീത ഉപദേശം കൊടുത്തു. നിന്നെ വിശ്വസിച്ച് ഞാൻ എല്ലാവരുടെ ആയസം എടുത്തു കഴിഞ്ഞു. ഇനി വെറുതെ ചെത്ത പാമ്പിനെ അടിക്കുന്നത് പോലെ നിങ്ങൾ ഒരു അസ്ത്രം പ്രയോഗം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഭഗവാൻ ഗീതോപദേശമൊക്കെ കൊടുത്തു. പിന്നെ തനിക്ക് വേണ്ടി ഭഗവാൻ ചെയ്ത ഒരു അനുഗ്രഹം ഇവിടെ സ്മരിക്കുന്നു ഭീഷ്മൻ. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാം ഋതമധികർത്തുമവപ്ലുതോ രഥസ്ഥഃ ധൃതരഥചരണോഭ്യയാച്ചലദ്ഗുഃ ഹരിരിവഹന്തുമിഭം ഗതോത്തരീയഃ. ഈ കൗരവ സൈന്യത്തിലെല്ലാം തോറ്റുപോകാൻ എന്താ കാരണം? എല്ലാം വലിയ വലിയ ആൾക്കാരാണ്. ദുരത്തിയം കൗരവ സൈന്യ സാഗരം. പിതാമഹൻ ഭീഷ്മൻ അദ്ദേഹം വിചാരിച്ചാലേ മരിക്കുള്ളൂ. ദ്രോണൻ എല്ലാവരെയും പഠിപ്പിച്ച ആളാണ്. അദ്ദേഹം വിചാരിച്ചാലേ അദ്ദേഹം മരിക്കുള്ളൂ. കർണൻ വലിയ ആളാണ്. പക്ഷേ എല്ലാവരും സ്വന്തം അഹങ്കാരം, അവരുടെ ഈഗോ കൊണ്ടാണ് കൗരവസൈന്യം നശിച്ചു. കാരണം ഈഗോ കൊണ്ട് കർണൻ പറഞ്ഞു ഭീഷ്മൻ യുദ്ധം ചെയ്യുന്നത് ഞാൻ യുദ്ധം ചെയ്യുന്നില്ലേ, പിന്നെ അവിടെ പോയി. ഇങ്ങനെ ദ്രോണാചാര്യനോട് എല്ലാവരെയും അടിക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ ധർമ്മപുത്രനെ ഒന്നും ചെയ്യുന്നില്ലേ, പാണ്ഡവന്മാരെ വധിക്കില്ലേ, ഇങ്ങനെ അവരവരുടെ ഓരോ സ്വന്തം പ്രത്യേകം ഓരോരോ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് ഭഗവാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്തു, ആയുധം എടുക്കില്ലേ യുദ്ധസമയത്ത്, ഞാൻ തേര് മാത്രമേ തെളിക്കുള്ളൂ. പക്ഷേ എന്ത് ചെയ്തു? ആവശ്യം വന്നപ്പോൾ ആയുധം എടുത്തു ഭഗവാൻ. പ്രതിജ്ഞ ആണെങ്കിലും ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി സ്വനിഗമം അപഹായ, പാണ്ഡവന്മാരെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ പ്രതിജ്ഞ പോയാലും കുഴപ്പമില്ലേ അങ്ങനെ പറഞ്ഞ് ഭഗവാൻ ധൃതരഥചരണ. കാരണം ഭീഷ്മൻ പ്രതിജ്ഞ ചെയ്തു ഭഗവാനെ ചക്രധാരിയായി കാണണം. ആ ഭീഷ്മൻ്റെ ഭക്തനായ ഭീഷ്മൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി സ്വന്തം പ്രതിജ്ഞ മാറ്റിവെച്ചു ഭഗവാൻ. ചക്രം എടുത്തു. പക്ഷേ സുദർശന ചക്രം എടുത്തു പറഞ്ഞിട്ടില്ല ഇവിടെ. ധൃതരഥചരണ, ചക്രധാരിയായി ഭഗവാനെ കാണണം പറഞ്ഞത് കൊണ്ട് വണ്ടി ചക്രം കയ്യിലെടുത്ത് ചെന്നു. കാരണം തൻ്റെ പ്രതിജ്ഞയും ഭംഗമാവണില്ലേ, ഭീഷ്മനക്കും ചക്രധാരിയായി കണ്ടാൽ മതി. അങ്ങനെ ചക്രധാരിയായിട്ട് ഭഗവാൻ വന്നില്ലേ. അങ്ങനെ വരുന്ന സമയത്ത് കോപം വന്നതുപോലെ നടിച്ചു ഭഗവാൻ. ക്രോധശാലീവ ആധാവന്ന് എന്നാണ് ഭട്ടതിരി പറയുന്നു. കോപം വന്നതുപോലെ നടിച്ചു, അഭിനയിച്ചു. കോപം വന്ന ആൾ മുണ്ട് അഴിഞ്ഞ് വീണതും അറിയാതെ ഓടി വരും. അതുപോലെയാണ് സ്വന്തം ശരീരത്തിലിരിക്കുന്ന ഗതോത്തരീയ, ഉത്തരീയം വീണതുപോലും അറിയാതെ ഭഗവാൻ ഓടിയെത്തി ഭീഷ്മൻ്റെ മുന്നിൽ. പിന്നെ ഭീഷ്മൻ പറയുന്നു, ഭഗവാനെ എനിക്ക് ഈ ഗോപികമാരെ പോലെ ഭക്തി ചെയ്യാനായിട്ടില്ല, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ഗോപിയായി ജനിച്ച് എന്നെ ഭജിക്കാനുള്ള ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിക്കുന്നു. ലളിതഗതി വിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാണാഃ കൃതമനുകൃതവത്യ ഉന്മദാന്ധാഃ പ്രകൃതി മകൻ കിലയസ്യ ഗോപവദ്വഃ. ഇങ്ങനെ ഭീഷ്മൻ സ്തുതി ചൊല്ലി ഭഗവാനിൽ തൻ്റെ പ്രാണൻ സമർപ്പിച്ചു. അങ്ങനെ ഭീഷ്മർക്ക് മുക്തി കൊടുത്ത് ഭഗവാൻ ധർമ്മപുത്ര പട്ടാഭിഷേകം നടത്തി ദ്വാരകയ്ക്ക് മടങ്ങിച്ചെന്നു.